ഹായ്, നമ്മളിപ്പോൾ മോറിക്കാപ്പ് റിസോർട്ടിൽ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഷെഫ് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഇന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊന്ന് കുക്ക് ചെയ്യുന്നത് കാണണമെന്ന് ഫെബിക്കൊരാഗ്രഹം. എന്നാൽ പിന്നെ കുക്ക് ചെയ്യുന്നതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല മഴ ആയതാണ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വെച്ച് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ 10-20 മിനിറ്റ് ഗ്യാപ്പിൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് പറ്റില്ല. അവരവിടെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ആദ്യം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നു, അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്ന് പറഞ്ഞൊന്ന് നിൽക്കുകയാണ്. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും അപ്പോൾ ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ചെക്കന്മാർ അപ്പോൾ ഓടിക്കോ. അവരവിടെ ഷെഫും ടീംസ് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ കണ്ടോ, മൊത്തം നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കണ്ടു. അപ്പോൾ നമ്മളിവിടെ മോറിക്കാപ്പ് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം ഇവിടുത്തെ ഷൂ ഷെഫാണ് അല്ലേ? പേരെന്താ? വിനു ജോർജ്. ഇവിടുത്തെ നാട് ഇവിടുത്തെ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നല്ല സുഖമല്ലേ? ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അല്ലേ? ഫെബി വൈഫ് അത്യാവശ്യം കുക്ക് ചെയ്യട്ടോ. കുക്കിംഗ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഷെഫിൻ്റെ ഇതൊന്ന് പരീക്ഷിച്ചറിയാം എന്താണ് അദ്ദേഹം ഉണ്ടാക്കുന്നതെന്നും. എന്താന്ന് പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഐറ്റം? ഞാൻ 2 ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നമ്മള് ബീഫ് ഗീ റോസ്റ്റ്. ബീഫ് ഗീ റോസ്റ്റ് കേട്ടിട്ടുണ്ടോ? ബീഫ് ഗീ റോസ്റ്റ് കേട്ടിട്ടില്ല. പിന്നെ തിക് ഗ്രേവിയാണ്. ഓക്കെ. പിന്നെ വന്നിട്ട് ടയർ പത്തിരി കോമ്പിനേഷൻ ആയിട്ടാണ്. ഓക്കെ. അത് വയനാടിന്റെ സ്പെഷ്യൽ ആണ് തോന്നുന്നത്. അല്ലേ? ടയർ പത്തിരി അങ്ങനെ. ഓക്കെ, അപ്പോൾ ബീഫ് ഗീ റോസ്റ്റും ടയർ പത്തിരിയാണ് ഷെഫ് നമുക്കൊന്ന് ഉണ്ടാക്കി തരുന്നത്. എന്തായാലും തുടങ്ങാം. അത് കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു 50 ഗ്രാം ഗ്രീൻ ചില്ലി എടുക്കണം. ചോപ്പ് ചെയ്യണം. ഇതാ ഇവരുടെ കട്ടിംഗ് ഒക്കെയാണ് സ്പെഷ്യൽ. പ്രൊഫഷണലിസം നമുക്ക് അതിനകത്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ 50 ഗ്രാം ജിഞ്ചറും ഗ്രീൻ ചില്ലി ഓർ ഗാർലിക് ചോപ്പിങ്. ഓക്കെ. പിന്നെ വന്നിട്ട് ഒരു ഒനിയൻ കട്ടിംഗ് ഒക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ചോപ്പ് ചെയ്യാനാണല്ലേ? ഇനി ഒരു തക്കാളി അല്ലേ? ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലേ? ഇതൊക്കെ ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടല്ലേ? ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഗീ ആണ്. ഗീ റോസ്റ്റ് ആയതുകൊണ്ട്. ഓക്കെ. നമ്മൾ കുക്കിംഗ് അധികം നമ്മുടെ ചാനലിൽ അങ്ങനെ കാണിക്കാറില്ല. ഞാൻ യാത്രാ വീഡിയോ ആണ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാണ് നമുക്ക് ചെയ്യാമെന്ന്. 2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തു. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിടാം. ജസ്റ്റ് സോട്ട് ചെയ്യണം. ഓക്കെ. ബ്രൗൺ കളർ ആവുന്ന വരെ സോട്ട് ചെയ്യണം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ സോട്ട് ചെയ്യാം. ബ്രൗൺ ആയി തുടങ്ങി. നമ്മൾ ചോപ്പ് ചെയ്ത ചോനിയ. ഓക്കെ. സാധാരണ കുക്ക് ചെയ്യുമ്പോൾ ഫെബി ഭയങ്കര ബിസി ആയിരിക്കും. ഇന്ന് അവളെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഒരു പണിയില്ല. അതെ, ഒരു പണിയില്ല. അതായത് പെട്ടെന്ന് സോട്ടാൻ വേണ്ടി നമ്മൾ കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്യും. അതൊക്കെ അറിയാം ഫെബിക്ക്. ഏകദേശം വെള്ളം ഇറങ്ങി വരാനായിട്ട്. അതിനാണതല്ലേ? ഓക്കെ. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി സോട്ട് ചെയ്യണം. ഓക്കെ. നെയ്യായതുകൊണ്ടല്ലേ റിച്ച് മണല്ലേ? അപ്പോൾ അത് ബ്രൗൺ ആയി വന്നപ്പോൾ നമ്മൾ കട്ടി വെച്ച ടൊമാറ്റോ ആഡ് ചെയ്തു അല്ലേ? ഓക്കെ. തക്കാളി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായി വഴന്ന് വരണം അല്ലേ? ഓക്കെ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് ഇളക്കേണ്ടി വരും. ഇവിടെ കണ്ടോ, ആദ്യം ഇതൊന്ന് കാണിച്ചു കൊടുത്തത്. ഈ കട്ടിംഗ് ബോർഡ് കണ്ടോ, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊന്നും ഉപയോഗിക്കുന്ന പോലെയല്ല, ഭയങ്കര തിക്നെസ് അല്ലേ? പിന്നെ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു പച്ച കളറ്. ഇതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഷെഫിനോട് ചോദിച്ചതാണ് നേരത്തെ. അപ്പോൾ പറഞ്ഞതെന്നാണ് അത് കുറച്ച് ഇൻഫോർമേറ്റീവാണ്. ഞാൻ കുക്കിങ്ങിൻ്റെ അതിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെറൈറ്റീസ് ഓഫ് കട്ടിംഗ് ബോർഡും അതിന് ഓരോന്നിൻ്റെ ഓരോ പർപ്പസൊക്കെ ഉണ്ട്. അത് പറയാം. ഇതായോ? ഇനി എന്താണ്? മഞ്ഞപ്പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഇളക്കുന്നു. എല്ലാം ഒരുമിച്ച് ഇടാൻ പറ്റില്ല അല്ലേ? മുളക് പൊടി. പക്ഷെ ചിലപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാം ഒരുമിച്ച് ഇടാറില്ലേ? നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒരുമിച്ച് ഇടാം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ബീഫ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി കുക്കാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന ബീഫില്ല, ബീഫല്ലേ, ബീഫ് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കുക്കാക്കി വെച്ചു. അപ്പം ഒന്നിച്ചിടുമ്പോൾ ടൈം എടുക്കും ബീഫിനെ. കാരണം മസാലയൊക്കെ ഓൾറെഡി അത് പോകും. പിന്നെ കുറച്ച് ഇത് മല്ലിപ്പൊടി ഇട്ട് സോം പൗഡറാണ് ഇത് കേട്ടോ. സോം നമ്മുടെ പെരുംജീരകല്ലേ, ലിറ്റിൽ പെപ്പർ, ഗരം മസാല പൗഡർ കുറച്ച്. ഓക്കെ എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും സോട്ട് ചെയ്യണം. ബീഫ് നമ്മൾ ഓൾറെഡി കുക്കാക്കി വെച്ചിരിക്കുക, പ്രീ കുക്ക്ഡാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലേ, ഇത് എങ്ങനെ കുക്ക് ചെയ്ത് എന്താ ചെയ്തിട്ട്? നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മറ്റേ ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് കുക്ക്, ജിഞ്ചാളി പേസ്റ്റ്. സാധാരണ ബീഫ് ഫ്രൈക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ജസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചു. ഓക്കെ ഓക്കെ. ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ. ഏകദേശം 1% മതിയാവും നമുക്ക്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനല്ലേ? ബീഫിൻ്റെ വെള്ളം കൂടി കളയരുത്. അങ്ങനെ വേണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഷെഫ്, അതെ, വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെഫ് നേരത്തെ ഇതൊന്ന് കുക്ക് ചെയ്ത് വെച്ചെന്ന് മാത്രം. ഒരുമിച്ചും ചെയ്യാം. അപ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം അതിങ്ങനെ ഒന്ന് കുക്കായി വരണം. അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം കേട്ടോ. ഈ സംഭവം കണ്ടോ, ഭയങ്കര വെയിറ്റ് ആട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കട്ടിംഗ് ബോർഡല്ലേ, ഇതെനിക്ക് കൊണ്ടൊരു 2 ഇഞ്ച് തിക്നെസ് ഉണ്ടാവും മിനിമം. ഇതിനകത്ത് കുറേ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു. കുറേ വെറൈറ്റീസ് ഓഫ് കട്ടിംഗ് ബോർഡുകൾ ഉണ്ട് അല്ലേ? എന്തൊക്കെ വെറൈറ്റീസാണ്? അതായത് ഗ്രീന്, വൈറ്റ്, റെഡ്, യെല്ലോ കളറാണ് വ്യത്യാസം. മെറ്റീരിയലൊക്കെ സെയിം തന്നെ. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ? അതായത് ഓരോ നമുക്ക് നോൺ വെജ് കട്ട് ചെയ്യാനും വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഓരോ ടൈപ്പ് ഫുഡ് ഐറ്റം ഓരോന്നിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് യൂസ് ചെയ്യുന്ന നൈഫും ഇപ്പോൾ ഗ്രീനിൽ ഗ്രീൻ നൈഫ് യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ഗ്രീനിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യും അല്ലേ? പിന്നെ റെഡിൽ വന്നിട്ട് റെഡ് മീറ്റ്, പിന്നെ വൈറ്റിൽ വന്നിട്ട് നമ്മൾ കുക്കിഡ് മീറ്റ്, കുക്കിഡ് മറ്റേ സാൻഡ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈറ്റിൽ അതായത് ഗസ്റ്റിന് നമ്മൾ നേരിട്ട് കൊടുക്കല്ല. അതിൻ്റെ അകത്ത് ബാക്ടീരിയ നമ്മൾ കട്ടിംഗ് ബോർഡ്, അതായത് ഇപ്പോൾ വെജിറ്റബിളിലുള്ള എന്തെങ്കിലും ഒരു അംശം മീറ്റിലേക്ക് പോവാതിരിക്കാന്ന് ഉദ്ദേശിച്ചില്ലല്ലേ ഇതിങ്ങനെ ചെയ്യുന്നത്? കുറെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സാധനം കുക്ക് ചെയ്യുമ്പോൾ വീട്ടിലൊക്കെ വെജിറ്റബിൾസിനും ഇതിനൊക്കെ ഒരെണ്ണം, പിന്നെ ഇറച്ചി ഇതൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടോ? അങ്ങനെ മാറ്റി വെക്കാറുണ്ട്. പക്ഷെ കളറൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങനെ വെക്കുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മീറ്റിലുള്ള ബാക്ടീരിയകൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് മീറ്റുകളിലുള്ളത്, ചിക്കനിലും ബീഫിലൊക്കെ. അത് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ആവും. അതായത് മെയിൻ ആയിട്ടുള്ള ഗസ്റ്റുകൾക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഫുഡ് പോയ്സൺ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യാന്നുള്ളതും ഫുഡ് പോയ്സൺ ഇല്ലാതിരിക്കാനുള്ളതും നല്ല ഭക്ഷണം ആയിരിക്കാനുള്ളതും അല്ലേ? ആ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലുകളിലും റിസോർട്ടുകളിലും അല്ലേ അവർ ഈ സംഗതി കീപ്പ് ചെയ്യും. നോർമൽ ഹോട്ടലിലും വീട്ടിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ? നമ്മളിപ്പോൾ ഒരു സാൻഡ്വിച്ച് കഴിക്കാന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് നമ്മൾ പിന്നെ അത് ഹീറ്റ് ചെയ്യുന്നില്ല, കുക്ക് ചെയ്യുന്നില്ല. ബ്രെഡ് എടുക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നു, ടൊമാറ്റോ വെജിറ്റബിളൊക്കെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഡയറക്റ്റ് കഴിക്കല്ലേ, കുക്കിംഗ് ഇല്ല. അത് വൈറ്റിൽ ചെയ്യുന്നു. ഏതൊരു കുക്കിംഗ് ഉണ്ടാക്കുന്ന 65 ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിൽ ഹീറ്റായി കഴിഞ്ഞാൽ ബാക്ടീരിയ ചത്തു തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ അത് കട്ടിംഗ് ബോർഡ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റി റിസോർട്ടുകളിലും ഹോട്ടലുകളിലും. അതുപോലെ എനിക്കൊണ്ട് കുറച്ച് വലിയ ഹോട്ടലുകളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? കീപ്പ് ചെയ്യുന്നുണ്ടാവും. എല്ലാം പഠിച്ച ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഷെഫുമാരൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇതുണ്ടാവും അല്ലേ? അതേപോലെ നമ്മൾ ഫ്രിഡ്ജ്, ഡീപ് ഫ്രീസർ. അത് ഞാൻ മുമ്പ് ഒരു റിസോർട്ടിൽ, മൂന്നാർ റിസോർട്ടിൽ പോയപ്പോഴാണ് ആ ഒരു വിവരം എനിക്ക് കിട്ടിയത്. നമ്മുടെ മീറ്റ് ഐറ്റം നോൺ വെജ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് ഡീപ് ഫ്രീസർ വേണമെന്നാണ്. എത്ര ഡിഗ്രി വരെ? -18 വരെ തണുപ്പിക്കാൻ പറ്റുന്ന ഡീപ് ഫ്രീസറിൽ മാത്രമേ ബീഫും ഈ ചിക്കനും ഒക്കെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഹോട്ടലുകളിൽ വെറും ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റി വെക്കും. പറയുന്ന നമുക്ക് വെറുതെ പറഞ്ഞല്ലേ പോലെ അതിനകത്ത് ഒത്തിരി പഠിക്കാനുണ്ട്. കഴിക്കാൻ പാടില്ല. ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു ഫ്രീസർ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ ഉറങ്ങിപ്പോകും. അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒന്നും സംഭവിക്കില്ല. എത്ര കാലം വേണമെങ്കിൽ വെക്കാം. അങ്ങനെ ഇരിക്കും. മനസ്സിലായി? അപ്പോൾ അവിടെ കിടന്നോളൂ. പിന്നെ അത് ചാവണി നമ്മൾ 65 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കണം. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയാണ് സ്റ്റാർ ഒക്കെ ഫുഡും ക്വാളിറ്റിയും ചെയ്യുന്നത്. പിന്നെ ഫുഡ് മറ്റേ എന്താ പറയുക,
ഫുഡ് പോയ്സണും ഇല്ലാതെ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ ഒരു പുതിയ അറിവാണല്ലോ. ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു സംഭവം പ്രത്യേകത കണ്ട അപ്പം അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പം നമുക്ക് കുറേ വിവരങ്ങൾ കിട്ടും. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഒരു വർഷങ്ങളോളം കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് കോക്കനട്ട് മിൽക്ക് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ ശ്രദ്ധിച്ചില്ല അല്ലേ? കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തു കുറച്ച്. അതിന് കുറച്ചൊരു തിളച്ച് ഓയിലി ആയിട്ട് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് ഇത് എത്ര വർഷത്തെ കോഴ്സാണ്? ഞാൻ 3 വർഷം. 3 വർഷത്തെ കോഴ്സ്. പിന്നെ എവിടെയൊക്കെ ഇറക്കിയത്? ഞാൻ ഊട്ടിയിൽ 1 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ദുബായിൽ ഒരു 6 വർഷം. ആണല്ലേ? പിന്നെ കോഴിക്കോട്. അങ്ങനെ അടിപൊളി ജോലിയാണ് കേട്ടോ ഷെഫിൻ്റെ ജോലി. എനിക്ക് ഇഷ്ടം. എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഉണ്ട്, അവന് ഇവിടെയാണ്, ഒമാനിലാണ്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ? സെറ്റാണ്, ഇതൊന്നും ചെയ്യാനില്ല. ഇനി പ്രസൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്? നമ്മുടെ ടയർ പത്തിരി. ഞാൻ ആ പേര് മറന്നു പോകാൻ, ടയർ പത്തിരി. അപ്പോൾ ഇനി അത് ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എടുത്ത് നോക്കാം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ടയർ പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ അരി മാവ് തന്നെയാണോ അല്ലേ? നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുന്ന സെയിം മാവ് തന്നെ അല്ലേ? അതിങ്ങനെ ബോളാക്കണം. കുറച്ച് വലിയ ബോളാണല്ലേ? കുറച്ച് വലിയ ബോളാണ്. ഭയങ്കരമായിട്ട് പരത്തുന്നില്ല നമ്മൾ അല്ലേ? ടയർ പത്തിരി എന്നല്ല പറയാം. ഓക്കെ ഓക്കെ. ഈ ഒരു ഷേപ്പിലാക്കി എടുത്തു. ഇനി ചൂടായ പാനിലൊരു വാഴയിലയുടെ കഷ്ണം വെച്ചിട്ട് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. അതിന് ശേഷം അതിൽ വയ്ക്കും. ഓക്കെ. മുകളിലും കുറച്ച് ഓക്കെ, മുകളിലും കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വേറൊരു വാഴയില കൊണ്ട് അടച്ചു വെക്കുക അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഏകദേശം ഇങ്ങനെയാണത് കുക്ക് ചെയ്യുന്നത്? ഇങ്ങനെ കുക്കാവോ? അത്രയും കട്ടില്ല മാവ്? സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ സമയം എടുത്തിട്ട്. ഓക്കെ 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 ഓക്കെ. മാവ് കുറച്ച് വെന്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെറുതായിട്ട് വെന്തതായിരിക്കുമല്ലോ. പത്തിരിക്കുള്ള മാവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് നമ്മളിത് കുഴച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ കുറച്ച് കുക്കഡ് ആയിരിക്കും. അപ്പോൾ ഇനി അധികം സമയം എടുക്കണ്ടാവില്ല. എന്തായാലും ഇരിക്കട്ടെ. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചു അല്ലേ? റെഡി ആയിട്ടുണ്ടാവും. പുഴിയൊക്കെ വേണം. ആണല്ലേ? ഇതിൻ്റെ അത് ഗീയും കുറച്ച് കോക്കനട്ട് മിൽക്കിൻ്റെ അത് ആഡ് ചെയ്യണം. ഓ അങ്ങനെയുണ്ടേ? പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് പ്രസന്റേഷന് വേണ്ടിയിട്ട് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ നടുവിലൊരു കുഴി ഉണ്ടാക്കി കൊടുത്തു. ഇതിപ്പോൾ ഏകദേശം റെഡിയായി. ടയർ പത്തിരിയും അതുപോലെ തന്നെ എന്താ പറയുക, ബീഫ് ഗീ റോസ്റ്റ്. ഞാൻ ആ പേര് ആദ്യമായിട്ട് കേൾക്കാം. രണ്ടുപേരും ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇത് രണ്ടും റെഡിയായി. ഇനി പ്രസന്റേഷൻ ടൈമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? ഈ പഠിക്കുന്നതിൽ അതിന് വലിയ റോൾ ഉണ്ടല്ലേ? എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയാലും ഇത് അതിന്റെ ഒരു ഭംഗിയിൽ പ്രസന്റ് ചെയ്താലേ അതിനൊരു രസമുള്ളൂ. അപ്പൊ നോക്കാം. സിമ്പിൾ കാരണം കേട്ടോ, അധികമൊന്നുമില്ല. ഏറ്റവും എളുപ്പം ചെയ്യുന്ന ചെറിയ പണി. പക്ഷെ ഇതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാകും. ഇവർ എത്ര സിമ്പിൾ ആണെന്നെങ്കിൽ പോലും അതിനൊക്കെ ഒരു നിയമം വെച്ചിട്ടുള്ള പരിപാടികളായിരിക്കും. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? കുറേ ടൈപ്പ് ഓഫ് ഡെക്കറേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ കണ്ടോ, അതാ വെക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ഭംഗി. നമ്മളിപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ബേസിക് ലോ ഉണ്ടാവുമല്ലോ. അതെന്താണ്? നമ്മൾ വലത്തെ കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്. ഇപ്പുറത്ത് ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില ഫാക്റ്റുകളാണ്. അതായത് നമ്മൾ വലത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്ലേറ്റിന്റെ വലത് ഭാഗത്ത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്ലോക്ക് വൈസിൽ സെറ്റ് ചെയ്യണം എന്ത് കാര്യങ്ങളാണ്. അങ്ങനെ ഉണ്ടല്ലേ? സെറ്റ് ചെയ്ത് വരുന്നത് ക്ലോക്ക് വൈസ്. ഇതിന്റെ മുകളിലേക്ക് കയറാനും പാടില്ല ഒന്നും. അങ്ങനെ ഉണ്ടാവും. നമ്മളെ ഇവിടെ ഉണ്ടാവും നമുക്ക് ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് ഗീ റോസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വാവ്. ലാസ്റ്റ് വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പത്തിരിൻ്റെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ. പത്തിരിൻ്റെ കുഴിയിൽ കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ അതിനൊരു മഞ്ഞ പുള്ളിയും കൂടി അല്ലേ? ഗീ. ഇത് ഇച്ചിരി എന്തെങ്കിലും ചെറിയൊരു പണിയേ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഭയങ്കര ഭംഗിന് വരും അല്ലേ? അടിപൊളി. അപ്പോൾ രണ്ടും നന്നായിട്ട് തന്നെ മിനിമലാണെങ്കിൽ പോലും നല്ല ഭംഗിയിൽ ഷെഫ് ചെയ്ത് തന്നു. ഇതിനെന്താ വേറെ പേര് പറയാം? ഡെക്കറേഷൻ അല്ലല്ലോ പറയാം, ഗാർണിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ചങ്ങോട്ട് റെസ്റ്റോറൻറ്റിൽ ഏതെങ്കിലും ടേബിളിൽ ഇരുന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഷെഫ് താങ്ക് യു. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഇവരോട് പറയാം കഴിച്ചതിന് ശേഷം. എന്തായാലും ടേസ്റ്റ് പറയാനൊന്നുണ്ടാവില്ല, ഇത് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. എന്തായാലും താങ്ക് യു. കാണാം.
അങ്ങോട്ട് പോവാം അല്ലേ? കഴിച്ചിട്ട് നിങ്ങളോടും പറയാം ഞാൻ. ഓക്കെ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കാണാം. രാവിലെ വരില്ലേ? ആ ഓക്കെ കാണാം. അവിടെ ഉണ്ടോ? നാളെ പോകുള്ളൂ. ആദി കഴിക്കണ്ടേ? എന്നാ വാ. അപ്പു വാ. ഒരു പത്തിരി എടുക്കുന്നു, ഒരു ബീഫിൻ്റെ കഷ്ണം എടുക്കുന്നു. ഇത് നമ്മുടെ ഒരു ഫുഡല്ല, ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അധികം സമയമായിട്ടില്ല. അപ്പോൾ ഷെഫിന് പോകേണ്ടതുള്ളതുകൊണ്ടേ, ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സമയമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന്, അല്ലെങ്കിൽ രാത്രി ചെയ്താലും മതിയായിരുന്നു. എന്തായത് ഇഷ്ടമായോ? അതിക്ക് പിന്നെ ബീഫും ചിക്കനും, അതിക്ക് ഇങ്ങനത്തെ നല്ല മസാല ഉള്ള ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടമാവും. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ബീഫ് നല്ല ബീഫിൻ്റെ പേര് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയാണ് ടേസ്റ്റ്. ആ ഒരു ഗീ ഫ്ലേവർ നല്ല വരുന്നുണ്ടോ? കൊടുത്തോ? ആ ബീഫ് ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആ നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്, ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റിച്ച് ടേസ്റ്റ് അല്ലേ? ഞാൻ കൊടുക്കാം. കൊള്ളാട്ടോ അത്. 2 ഐറ്റംസ്. ശരിക്കും ഈ പത്തിരിൻ്റെ കാര്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് അത് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ ഡൗട്ട് തോന്നും. ഈ പൊതുവെ ഈ കട്ടിയിലെ സാധനം അല്ലേ? പക്ഷെ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഗ്രാൻഡാണ്. അടിപൊളി. ബീഫ് രാജാവാണ് കേട്ടോ. ഈ സാധനം എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. ഷെഫ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണെന്ന് പറയാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും ഷെഫിനോട് ഡയറക്ടറിൻ്റെ അഭിപ്രായം പറയാം. ബീഫ് ഒന്നും പറയാനില്ല, അതിൻ്റെ പേര് കറക്റ്റാണ്. ആ നെയ്യിൻ്റെ ഫീൽ നന്നായിട്ട് വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ബീഫ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കൂടിയാണ്. എന്തായാലും താങ്ക് യു. രാവിലെ കാണാം. ശരി. എന്നാൽ എപ്പോഴും നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത ആളോട് നേരിട്ട് പറയാല്ലേ. ഞാൻ ചെറിയ രീതിയിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. പക്ഷേ എങ്കിലും ഒരു തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചാലോ മാക്സിമം നമ്മളത് കുക്ക് ചെയ്ത ആളെടുത്ത് അതിൻ്റെ ആ ഇഷ്ടം നമ്മൾ അറിയിക്കും. അത് അവർക്ക് ഉണ്ടാക്കുന്ന സന്തോഷം ഭയങ്കര വലുതായിരിക്കും. ചെറിയ കാര്യമാണെങ്കിൽ പോലും അങ്ങനെ വലുതായിരിക്കും. വീട്ടിലാണെങ്കിലും ഞാനത് എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഒരു പുതിയ ഐറ്റം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായാൽ അത് നമ്മൾ അവരെ അറിയിക്കുക. ശരിക്കും ഈ കുക്ക് ചെയ്ത ആളെന്തായാലും അതിനൊരു അർഹിക്കുന്നുണ്ട് ആ ഒരു വാക്ക് അല്ലേ? നമുക്കിറങ്ങാം. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ യാത്രയിൽ ഇങ്ങനൊരു സ്പെഷ്യൽ ഫുഡ് ഇവരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. എന്തായാലും ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ? അപ്പോൾ അങ്ങനെ ബൈ.